CPR കൊടുത്ത് റിവൈവ് ചെയ്തൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്കിന്റെ മിസ്റ്റേക്ക് കാരണം ജീവൻ വരെ നഷ്ടപ്പെട്ടതാണ്. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ക്രൗഡ് ക്ലിയർ ചെയ്യുക. ആള് കോൺഷ്യസ് ആണോ നോക്കുക. ആളുടെ പൾസും ബ്രീത്തിങ്ങും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് റെസ്പോൺസീവ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ എമർജൻസി ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെയും കോൺടാക്ട് ചെയ്യുക. ഇൻ കേസ് പേഷ്യന്റ് വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ചരിച്ചു കിടക്കേണ്ടതാണ്. ഒരു കാരണവശാലും വെള്ളം എടുത്ത് തളിക്കുകയോ പേഷ്യന്റ് എണീപ്പിച്ചിരുത്തുകയോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുഡോ വെള്ളമോ കൊടുക്കാവുന്നതല്ല. CPR കൊടുത്ത് റെസ്പോൺസ് ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രെച്ചറിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും സംസാരിപ്പിക്കുകയോ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുകയോ ചെയ്യരുത്. കഴിഞ്ഞൊരു ദിവസം CPR കൊടുത്ത് റിവൈവ് ചെയ്തൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്കിന്റെ മിസ്റ്റേക്ക് കാരണം ജീവൻ വരെ നഷ്ടപ്പെട്ടതാണ്. പേഷ്യന്റിനെ കൊണ്ട് സംസാരിപ്പിക്കുകയും വീൽ ചെയറിലാണ് കാഷ്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്തത്. ഏതൊരു സാധാരണക്കാരനും CPR കൊടുക്കാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു കൈയുടെ മുകളിൽ മറ്റേ കൈ പ്ലേസ് ചെയ്ത് ഈ ഒരു പോർഷൻ പേഷ്യന്റിന്റെ ചെസ്റ്റിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് കൊടുക്കേണ്ടതാണ്. മടിച്ചു നിൽക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുത്താൽ ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാനാകും. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി പ്ലീസ് ഫോളോ ചെയ്യുക.